കായംകുളത്ത് ദേശീയപാതയ്ക്കായി നിർമ്മിച്ച ഓടകളിൽ വീണ് ഇന്നലെ ഉണ്ടായ അപകടങ്ങളിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഇന്നലെ രാത്രി KPC ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ ആരോമൽ എന്ന യുവാവ് മരിച്ചു. 1.5 വർഷമായി ഓട മൂടാതെ കിടക്കുകയാണെന്ന് ഈ നാട്ടിലെ ആളുകൾ 24-നോട് പറഞ്ഞു. ഈ വൈവയുടെ ഒരു 1.5 വർഷത്തിന് മുകളിലായി കാണും. കഴിഞ്ഞ മഴ സീസണിൽ അവിടെ വെള്ളം അടിച്ചു മാറ്റി വെച്ചാൽ അവിടെ ഓട പണിഞ്ഞത്, വെള്ളം നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മണ്ണിട്ട് മൂടി വെച്ച് വീണ്ടും ഇതേമാതിരിയുള്ള പരിപാടിയാണ്. എന്ത് ചെയ്യാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. ഇവിടെ ഒരു മുന്നറിയിപ്പില്ലായിരുന്നു, ഒരു മുന്നറിയിപ്പില്ല. ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ട് വീപ്പ മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. വീപ്പ അവർ നേരത്തെ ഇവിടെ വെച്ചിരുന്നത്. എന്നിട്ട് ഒരു ഇതിന്റെ ഒരു റിബൺ വലിച്ചു കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് അവരങ്ങ് പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീപ്പ അവിടെ ഈ കലങ്കിൻ്റെ ബ്ലോക്ക് കിടക്കുന്നിടത്ത് അവിടെ കൊണ്ടിട്ടിരുന്നത്. പക്ഷേ രാവിലെ ഒരു 3 ദിവസം മുമ്പ് ഞാൻ രാവിലെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെയുള്ള ഒരു സിഗ്നൽ അല്ലാതെ വേറെ ഒന്നുമില്ല, യാതൊരു സിഗ്നലില്ല. അന്നേരം എന്താ വലിച്ചു കെട്ടിട്ട് പോയി. അതിനുശേഷം ഒരുപാട് നേരത്തെ ഒരു അപകടം നടന്ന ഒരാൾ ബൈക്ക് 2 പേര് വന്ന് വീണ് അപകടം പറ്റിയതാണ്. ഇതിപ്പോൾ 1 വർഷത്തിന് മേളിലായി ഇതിങ്ങനെ ഓട കുഴിച്ച് 4-5 പ്രാവശ്യം ഇതുപോലെ ഓട കുഴിച്ചിട്ട് അതുപോലെ തന്നെ മൂടി വീണ്ടും ഞങ്ങളുടെ വെള്ളം വെക്കുന്നുണ്ട്, വീണ്ടും മൂടുക, പിന്നെയും തുരക്കുക. അങ്ങനെ ഇപ്പോൾ 8 പ്രാവശ്യം അത് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുക. ഒരു അപകടത്തിൻ്റെ ഒന്നും വെച്ചിട്ടില്ല. കായംകുളത്ത് നിന്ന് അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, ഈ KPC ജംഗ്ഷനിലെ കുഴിയൊക്കെ ഇത്രയും ആഴത്തിലുള്ള കുഴിയാണോ? ഒരാളൊക്കെ മരിച്ചു പോകാൻ തക്കതുപോലെ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും അത്രത്തോളം വലിയ കുഴിയാണ് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ പലയിടങ്ങളിലായി കായംകുളത്ത് ഉള്ളത്. അത് വർഷങ്ങളായി അങ്ങനെ കിടക്കുന്ന ഒരു കുഴിയാണ്. അത് യാതൊരു മാറ്റവും അതിന് സംഭവിച്ചിട്ടില്ല. അത് പുനഃസ്ഥാപിക്കാൻ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന് പിന്നാലെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കായംകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത. അതിന്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൽ നിന്ന് ഈ റോഡിലേക്ക് കയറാനായുള്ള ശ്രമത്തിനിടെയാണ് ഇന്നലെ നൂർനാട് സ്വദേശിയായ ആരോമൽ 23 വയസ്സുകാരൻ ആരോമലും സുഹൃത്തും ഈ ബൈക്കുമായി സ്കൂട്ടറുമായി ഈ ഓടയിലേക്ക് വീഴുന്നത്. ഇതാണ് ഈ അപകടത്തിനിടയായ ഓട. ഏകദേശം 7 അടിയിലധികം ആഴമുണ്ട് ഈ ഓടയ്ക്ക്. അണ്ടർഡക്റ്റ് കേബിളുകൾ റോഡിന് മറുവശത്തേക്ക് കൊണ്ടുപോകാനായി നിർമ്മിച്ചിരിക്കുന്ന ഓടയാണ്. ദേശീയപാതയിൽ നിശ്ചിത ദൂരത്തിൽ ഇങ്ങനെ നിരവധി ഓടകളുണ്ട്. ആ ഓടയിലേക്കാണ്, ഇത് പൂർണ്ണമായും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത മഴയിൽ. ആ ഓടയിലേക്കാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ആരോമൽ സുഹൃത്തിനൊപ്പം ഈ സ്കൂട്ടറുമായി വന്ന് വീഴുന്നത്. ആരോമലിന്റെ സ്കൂട്ടർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ട്. ഇന്നലെ രാത്രി ഇത്രത്തോളം ആ സ്കൂട്ടർ ഏകദേശം പൂർണ്ണമായി മുങ്ങിയ നിലയിലാണ്, അത്രത്തോളം വെള്ളം ഇതിലുണ്ട്. ആരോമൽ ആദ്യഘട്ടത്തിൽ ഈ കാണുന്ന കോൺക്രീറ്റ് നിർമ്മിതിയിൽ ഇടിച്ച് അത് ആരോമലിന്റെ തലയും ദേഹവുമെല്ലാം ഇടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം പാതി അബോധാവസ്ഥയിലായ ആരോമൽ വീഴുന്നത് ഈ വെള്ളത്തിലേക്കാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ വെള്ളത്തിൽ കിടന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശബ്ദം വെച്ച് അടുത്തുള്ള വീട്ടുകാരെ ഉണർത്തിയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആരോമലിനെ പുറത്തെത്തിക്കുമ്പോഴേക്കും ശ്വാസം തീരെ ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. അത്രത്തോളം വെള്ളം കുടിച്ച് അകത്ത് കിടന്ന് ഈ മലിനജലം കുടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ പോകും വഴിയാണ് ആരോമൽ മരിക്കുന്നത്. എന്തായാലും ഈ അപകടം നടന്ന് കൃത്യമായി ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി കായംകുളം KSRTCക്ക് സമീപം സമാനമായ രീതിയിൽ മറ്റൊരു അപകടം കൂടി നടന്നു. അതും ഇതുപോലെ തന്നെ ഈ അണ്ടർഡക്റ്റ് കേബിളുകൾ കൊണ്ടുപോകാനായി ദേശീയപാതയ്ക്ക് ഓരത്ത് നിർമ്മിച്ച മൂടാതെ കിടന്ന കുഴിയിലേക്ക് വീണാണ് ഒരു ഇരുചക്ര വാഹനം കൂടി അപകടത്തിൽപ്പെട്ടത്. അത് കായംകുളം സ്വദേശിയായ ഒരു യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. നാട്ടുകാർ ഉന്നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനും ആവില്ല സ്കാൻ. കാരണം ഇത് 1.5 വർഷമായി ഈ ഓട ഇങ്ങനെ മൂടാതെ കിടക്കുകയാണ്. ഈ സർവീസ് റോഡ് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കും. ഈ സർവീസ് റോഡുകളിലൂടെ നിരവധി ഇരുചക്ര വാഹനങ്ങളടക്കം ഈ പ്രധാന ദേശീയപാതയിലേക്ക് കയറാനായി ആശ്രയിക്കുന്ന ഒരു സർവീസ് റോഡാണ്. അവിടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ ഒരു ഓട ഇങ്ങനെ തുറന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. നിരന്തരമായി അപകടം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ തന്നെ ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ്, ഒരു ചെറിയൊരു വീപ്പ ഈ ഓടയ്ക്ക് സമീപം വെച്ചതല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടലും ഈ അപകടം ഒഴിവാക്കാൻ ഇക്കാലം അത്രയും ഉണ്ടായില്ല. നമ്മളിപ്പോൾ കാണുന്ന ഈ ബാരിക്കേഡുകൾ, ഈ റിബണൊക്കെ കെട്ടി ഈ റോഡിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി അപകടത്തിന് ശേഷം മാത്രമാണ്. അതിനു മുന്നേ ഇത്തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പും ഈ റോഡിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ വിമർശിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്ര ദേശീയപാത നിർമ്മാണം നടക്കുന്ന അപകട സാഹചര്യം ഏറെയുള്ള കുഴികളൊക്കെയുള്ള സ്ഥലമാണ്. അവിടെ ഒരു വഴിവിളക്കിന്റെ സാന്നിധ്യമില്ല എന്നുള്ള ഒരു വലിയ വിമർശനം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്, വലിയ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇത് ഇരുചക്ര വാഹനമൊക്കെ രാത്രി വന്നാൽ, പ്രത്യേകിച്ച് സ്ഥലം അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ വലിയ അപകടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇങ്ങനെയുള്ള മുന്നറിയിപ്പൊക്കെ ഈ അപകടം നിറഞ്ഞ വഴിയിൽ വെക്കാൻ ഒരു 23-കാരന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും
നിരാശാജനകമായ കാര്യം. ഇപ്പോഴും മറ്റൊരു സമാനമായ അപകടത്തിൽപ്പെട്ട യുവാവ് നിബിൻ ഷാ എന്ന 27 വയസ്സുകാരൻ ഇപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇങ്ങനെയുള്ള അപകട വഴികൾ ഇത് മാത്രമല്ല, ഈ കായംകുളത്തുള്ള ദേശീയപാത നിർമ്മാണ പാതയിൽ ഇങ്ങനെയുള്ള നിരവധി കുഴികളുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. എന്തായാലും ഇതിലൊക്കെ ഒരു പരിഹാരം ഇതിലൂടെയെങ്കിലും ഉണ്ടാവണമെന്നുള്ള ഒരു കാര്യം കൂടി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.